ശ്രീ എം വിജിൻ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും മികവാർന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ടവൻ്റെ വിദ്യാഭ്യാസവും ആരോഗ്യവും വീടും പെൻഷനും അതോടൊപ്പം തന്നെ അവൻ്റെ ഭക്ഷണ മേഖലയിലുമെല്ലാം നമ്മുടെ സർക്കാർ ഇടപെടുന്നത് അഭിമാനകരമായ നിലയിൽ തന്നെയാണ്. ഇവിടെ പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് അവതരണം നടത്തി ചില ഡാറ്റകളെ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ സിവിൽ സപ്ലൈസ് മേഖല ആകെ തന്നെ തകരാറിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടത്തിയത്. സർ, ഞാൻ ഒറ്റ ഭാഗം ഇവിടെ വായിക്കാം. 9/11/2014 മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ മാതൃഭൂമി എഴുതിയൊരു ഭാഗമാണ്. അന്നന്നത്തെ അന്നത്തിനെ ഒഴിവാക്കാനാകാത്ത സാധനങ്ങൾക്കെല്ലാം കേരളത്തിൽ വില കൂടിയിരിക്കുന്നു. 1 കിലോഗ്രാം ചെറുപയറിന് 22 രൂപയും ഉഴുന്നുപരിപ്പിന് 34 രൂപയും മല്ലിക്ക് 52 രൂപയും വർദ്ധിച്ചിരിക്കുന്നു. ഒരുപാട് ഭാഗങ്ങളുണ്ട് സർ. മുളകൊഴികെയുള്ള മറ്റ് പലചരക്കുകൾക്കും വില കൂടിയിട്ടുണ്ട്. പൊതുവിപണിയും സപ്ലൈകോയും തമ്മിലുള്ള അന്തരം ഇതോടെ പേരിന് മാത്രമായി തീർന്നിരിക്കുകയാണ് സർ. ഇതാണ് 2014 മാതൃഭൂമി പത്രം എഡിറ്റോറിയൽ ചെയ്തു സർ. ഇത് UDFൻ്റെ കാലഘട്ടത്തിൻ്റെ സാഹചര്യമാണ്. കേരളത്തിൻ്റെ പൊതുവിപണിയിൽ അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനവും തമ്മിൽ സപ്ലൈകോവും തമ്മിൽ അന്തരമില്ലാതെ കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ പോക്കറ്റ് കാലിയാക്കിയ ഒരു കാലഘട്ടമാണ് UDFൻ്റെ ഭരണകാലം കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് സർ ആ സാഹചര്യമല്ല. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും സർക്കാർ ഇടപെട്ടു. ഇവിടെ ശ്രീ PC വിഷ്ണുനാഥ് അദ്ദേഹം അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണത്തിൽ അദ്ദേഹം CPI ഡാറ്റയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രസംഗത്തിന് നേതൃത്വം കൊടുത്തത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അതിലൊരു ഭാഗം അദ്ദേഹം വളരെ മനോഹരമായി മറച്ചു വെച്ചുകൊണ്ട് അവതരിപ്പിച്ചു. അതിൽ പണപ്പെരുപ്പം സർ ഒരു രാജ്യവ്യാപകമായ പ്രതിഭാസമാണ്. CPI ഡാറ്റ അനുസരിച്ച് ഇന്ധനം, വസ്ത്രങ്ങൾ, പാദരക്ഷ, സ്വർണം, ആ സ്വർണത്തിൻ്റെ വിലക്കയറ്റം തന്നെ ആഗോള സാമ്പത്തിക മാന്ദ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഈ വിലവർദ്ധനവ് അത് കേരളത്തിലെ പൊതുപണപ്പെരുപ്പിന് കാര്യമായ സംഭാവന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ വളരെ കൃത്യമായിട്ട് മറച്ചുവെച്ചു. സർ, നാം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. യഥാർത്ഥത്തിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കയറേണ്ട സംസ്ഥാനം കേരളമാണ് സാർ. ഒരു സംശയവുമില്ല. എന്തുകൊണ്ടെന്നാൽ അത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കേരളം നടത്തുന്ന ഇടപെടലുകളാണ്. കേരളത്തിലേക്ക് വരുന്ന ട്രാൻസ്പോർട്ട് ഉൾപ്പെടെ കേരളത്തിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത, അത് ചെറുപയറായാലും അരിയായാലും ഏത് തന്നെയായാലും വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാർ. എന്തേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കയറുന്ന സംസ്ഥാനമായി കേരളം മാറേണ്ട സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത്? അത് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഇടപെടലാണ് സാർ, നമ്മുടെ വകുപ്പിന്റെ ഇടപെടലാണ്. ആ ഇടപെടലിന്റെ ഭാഗമായി ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വില കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു സർ. വിപണി ഇടപെടൽ നമ്മുടെ സംസ്ഥാന സർക്കാർ UDFന്റെ കാലഘട്ടത്തിൽ 538.37 കോടി രൂപയാണ് ആ മേഖലയിൽ ഇടപെടലിനായി ചെലവഴിച്ചതെങ്കിൽ ഇന്നത്തെ LDFന്റെ കാലത്ത് 7270 കോടി രൂപയാണ് സർ വിപണി ഇടപെടുന്നതിന് മാത്രമായി ചെലവഴിച്ചത് എന്നാണ്. ഇവിടെ വിലക്കയറ്റം തടയാൻ ഈ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ നാം ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തു പോകേണ്ടതില്ലേ? സബ്സിഡി വിൽപ്പന, വിലപേശി നേടിയിട്ടുള്ള കിഴിവുകൾ, സൗജന്യമായ കിറ്റ് സർ. ഇത് ഈ ഓണക്കാലത്തിന് മാത്രം 6 ലക്ഷം AY കാർഡുകാർക്ക് സൗജന്യ കിറ്റ് 14 ഇനങ്ങൾ വെച്ചുകൊണ്ട് സൗജന്യ കിറ്റ് കൊടുത്തു സർ. 140 ഓണം മാർക്കറ്റുകൾ സർ. ഇത് കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഓണക്കാലത്ത് മാത്രം 2000 കർഷക ചന്തകളാണ് സർ കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിക്കൊണ്ട് സാധാരണക്കാരന് പച്ചക്കറി ലഭ്യമാക്കാൻ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. അത് അഭിനന്ദനാർഹമായ നിലയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് സർ. ഇവിടെ പറഞ്ഞു വെളിച്ചെണ്ണ. പ്രതിപക്ഷ നിരയിൽ നിന്ന് എല്ലാവരും വെളിച്ചെണ്ണയെ കുറിച്ചാണ് പറഞ്ഞത് സർ. പ്രതിപക്ഷം അടിയന്തര പ്രമേയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂരിൽ എൻ്റെ സുഹൃത്തിനെ മാർക്കറ്റിൽ ഞാൻ വിളിച്ചു സർ. അവിടെ എത്രയാണ് ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില? അദ്ദേഹം പറഞ്ഞു ലിറ്ററിന് 550 രൂപ. കോൺഗ്രസ് ഭരിക്കുന്ന ബാംഗ്ലൂരിൽ ഇന്ന് വെളിച്ചെണ്ണയുടെ വില 580. നോക്ക്, കേരളത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട് 429 കേരള മാർക്കറ്റിൽ 529 1 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ടാകുമ്പോൾ കേര വെളിച്ചെണ്ണ വിൽപ്പന നടത്തി 429. ശബരി 383.
അത് സബ്സിഡി നിരക്കിൽ വരുമ്പോൾ 319. സർ, എത്രമാത്രം ഗൗരവമായിട്ടാണ് കേരളത്തിന്റെ ഈ മേഖലയിൽ നമ്മുടെ സർക്കാർ വകുപ്പ് ഇടപെടുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സർ. നോക്ക്, ഓണക്കാലത്ത് 22,36,441 ലിറ്റർ ശബരികേര വെളിച്ചെണ്ണയാണ് സർ കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു സർ. ഞാൻ അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. കേരളത്തിൽ സ്വർണം വെളിച്ചെണ്ണ മൂലം വർധനവ് മാത്രമാണ് ഈ വില വർധനവ് കേരളത്തിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് ഉയരാൻ കാരണം. സർ, ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് നേരത്തെ പ്രേംകുമാർ MLA പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കാലത്ത് UDFന്റെ കാലത്ത് 2013 ഇൻഫ്ലേഷൻ റേറ്റ് 14.22 സാർ. ആ 14.22 ഉണ്ടായ നിങ്ങളുടെ കാലത്തെ വെച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ വില പിടിച്ചു നിർത്തിയ ഈ ഗവൺമെന്റിന്റെ ഇൻഫ്ലേഷൻ റേറ്റിനെ വെച്ചുകൊണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യാൻ വരുന്നത്. ഞങ്ങളത് 5ലേക്ക് എത്തിയിരിക്കുന്നു. അത്രയും മാതൃകാപരമായ ഇടപെടൽ വിപണിയിൽ ഈ കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചർച്ച ചെയ്യേണ്ടതില്ലേ? കേന്ദ്രത്തിന്റെ നിലപാട്. നിങ്ങൾ ഈ പ്രമേയത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് കേന്ദ്ര നിലപാടിനെ കുറിച്ച് പറഞ്ഞോ? ഈ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത് നിങ്ങൾ കേന്ദ്രം ഭരിച്ചപ്പോഴാണ്. കേരളത്തിൽ APL BPL തരവ് തിരിവുണ്ടാക്കിയത് ആരാ? കോൺഗ്രസ്. APLക്കാർക്ക് ഒരു റേഷൻ കൊടുക്കേണ്ടതില്ല, ഒന്നും നൽകേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തത് ആര്? നിങ്ങൾ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അരി കൊടുക്കുന്നതിന് വേണ്ടി നടപടി നടത്തിയത് വിലക്കയറ്റം പിടിച്ചു നിർത്താനും സാധാരണക്കാരന്റെ ജീവിതത്തെ മികവാർന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇടയാക്കിയിട്ടുണ്ട് സാർ. നിങ്ങൾ അശാസ്ത്രീയമായിട്ടാണ് APL BPL തിരിച്ചത്. ഇത് ഈ ഗവൺമെന്റ് മാത്രം 5.77 ലക്ഷം കുടുംബങ്ങൾക്കാണ് BPL കാർഡ് നൽകിയത്. ശാസ്ത്രീയമായി പഠിച്ച് BPL കാർഡ് നൽകി ഈ ഗവൺമെന്റ് ആ മേഖലയിൽ ഇടപെട്ടു. നോക്കൂ സർ, ഓണത്തിന് ടൈഡ് ഓവർ വിഹിതത്തിന്റെ വിലയായ 8.30 രൂപയ്ക്ക് കേരളത്തിന് അധികം അരി നൽകണം എന്നാവശ്യപ്പെട്ടു കേന്ദ്രത്തോട്. ഒരു മണി അരി നൽകിയില്ല കേന്ദ്രം സർ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരക്ഷരമുണ്ടാൻ കേരളത്തിൽ തെരഞ്ഞെടുത്തു പോയ കോൺഗ്രസിന്റെ MPമാർ തയ്യാറായോ? കേരളത്തിന് വേണ്ടി നിങ്ങൾ അവിടെ ശബ്ദമുയർത്തിയോ? ഓക്കിയും പ്രളയവും കോവിഡും ആ കാലഘട്ടത്തിൽ കേന്ദ്രം കേരളത്തോട് സൗജന്യമായി അരി തന്നില്ല സർ. അതുമാത്രല്ല, നമുക്ക് നൽകിയ അരിയുടെ 649 കോടി നിർബന്ധപൂർവ്വം തിരിച്ചു വാങ്ങി. എന്തേ? ഇന്ത്യൻ പാർലമെന്റിനകത്ത്, പാർലമെന്റിന് പുറത്ത് അരി വാങ്ങുന്നവരിൽ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, BJPക്കാരുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ടല്ലോ. എന്തേ ഒരക്ഷരമുണ്ടാൽ നിങ്ങൾ തയ്യാറാകാത്തത്? ഈ ഭാഗം എന്തേ നിങ്ങൾ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി പറയാത്തത്? കേരളം നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ചിടത്തോളം NFS നിയമം, ഞാനതിന്റെ മറ്റു തലങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല, ആ ദുരിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഇവിടെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യമുണ്ട് സാർ. തീർച്ചയായും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ സർക്കാർ അഭിമാനകരമായ ഇടപെടൽ നടത്തി തന്നെ